നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഒരേ കൃപകൾക്കായി സ്തോത്രം. പാടുവാൻ സ്തുതിപ്പാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ സ്നേഹിതനായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ ജ്ഞാനമായി, ഞങ്ങളുടെ തേജസ്സായി വാഴുക സ്തോത്രം ചെയ്ത് കർത്താവേ. നിന്നെ കൂടാതെ ഞങ്ങൾ ജീവനില്ല. നീ മാത്രം മതി കർത്താവേ. നിൻ്റെ സർവ്വസമ്പൂർണതയുമുണ്ട്. ദിവസം പ്രതി കർത്താവ് ഞങ്ങൾക്ക് രുചിച്ചറിവാൻ നീ തരുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂട്ടി വരുത്തിയിരിക്കുന്ന ജനത്തിനായ സ്തോത്രം. ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരെയും കർത്താവ് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരെയും കർത്താവ് നിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ, സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ജനത്തെ ഉദ്ധരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ആരംഭിച്ച നല്ല പ്രവൃത്തി കർത്താവ് നിൻ്റെ വരവിൻ്റെ നാളം തികയ്ക്കുന്നതിൻ്റെ സ്നേഹത്തെ വിദ്യാശങ്ങളിൽ കർത്താവ് നീ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പരിസരങ്ങളെ, ഈ ശബ്ദം കടന്നിരുന്ന പരിസരങ്ങളെ, യൂട്യൂബിൽ ഉപയോഗിക്കുന്ന വ്യക്തികളെ, പരിസരങ്ങളെ, ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, തലമുറകളെ നിൻ്റെ പ്രായശ്ചിത്തരത്വം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന വിഷയം. ആ ചർച്ച് എന്ന വാക്ക് വരുമ്പോൾ പെട്ടെന്ന് ഡിനോമിനേഷൻ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കത്തക്ക വേണം ഞാൻ പലപ്പോഴും മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും തന്നെ ഞാൻ എടുത്തു പറയാറുണ്ട്. നാമാണ് ചർച്ച്. പുതിയ നിയമസഭ എന്ന് പറയുന്നത് വ്യക്തികളാണ്, ഫിസിക്കൽ ഡിനോമിനേഷൻസ് അല്ല. കാഹളനാഥ് കേൾക്കുമ്പോഴാണ് അത് ഒന്നായിട്ട് രൂപാന്തരപ്പെടുന്നത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരം. അമ്മേ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി സ്പഷ്ടമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. സ്തോത്രം. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായി പണിയപ്പെടുന്നു. അമ്മേ തിരുമത്തോസ് ലേഖനത്തിലോ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം. സ്തോത്രം. നമ്മളങ്ങനെ ആഴ്ചകളായിട്ട് എന്താണ് ചർച്ച, എങ്ങനെയാണ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് വ്യക്തികൾ ക്രിസ്തുവിലാകുന്നത്. ആമേ സ്തോത്രം. അതിന് മുമ്പുള്ള അവസ്ഥകൾ എന്തായിരുന്നു, ആമേ എന്താണ് കൃപ എന്ന് നമ്മൾ ചിന്തിച്ചു. ഹല്ലേലൂയ. എന്താണ് വിശ്വാസം എന്ന് നമ്മൾ ചിന്തിച്ചു. വിശ്വാസത്തിലെ ഡിഫറൻസുകൾ, ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് എന്താണ്, അതിൻ്റെ ദോഷം എന്താണ്, എന്നാൽ സേവിങ് ഫെയ്ത്ത് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആമേ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ അനേക കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അപ്പോസ്തലൻ പൗലോസ് അമ്മേ സ്തോത്രം ഈ ലേഖനത്തിൽ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒടുവിൽ. അതായത് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിന് ശേഷം, ക്രമീകരിച്ചതിന് ശേഷം പറയുകയാണ് ഒടുവിൽ. അപ്പോൾ ഒടുവിൽ എന്ന കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുന്നതിനെ കുറിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ സഭ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ ക്ലാസ്സുകൾ ചിന്തിക്കുകയും, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായിരുന്നു. ആമേ എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ, ഈ വാക്യങ്ങളൊക്കെ കോട്ടുമ്പോൾ പലർക്കും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വൈറലായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച്, അത് നമുക്ക് ഈ ഒരു സമയത്ത് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. എന്തുകൊണ്ടാണ് അമിത ബലത്തിൽ ശക്തിപ്പെടാൻ പറ്റാത്തത്? സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിനകത്ത് ആമേ സ്തോത്രം പേരുണ്ടെങ്കിലും ഡിനോമിനേഷൻ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? എന്തുകൊണ്ടാണ് അമിത ബലത്തിൽ ആമേ സ്തോത്രം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ പറ്റാത്തത്? ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ പഠിക്കും. അതിനകത്തൊരു കാരണമായിരുന്നു ഈ ആഭരണ പർച്ചം. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും സ്റ്റണ്ടായി പോകല്ലേ. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് അതൊരു 3 വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ലൈവായിട്ട്, ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരും കൂടെ ലൈവായിട്ട് ആളുകളോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് അധികം ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട ആവശ്യകത വന്നിരുന്നു. കാരണം ചർച്ചിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെയാണ് ഉത്തമഗീതത്തിൽ നിന്ന് ഈ ഒരു വാക്യം കോട്ട് ചെയ്തത്. ആമേ സ്തോത്രം. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, ആമേ സ്തോത്രം. അതുപോലെ തന്നെ മുദ്രയിട്ടിരിക്കുന്ന കിണർ. ഇപ്പോൾ പലരും കമൻറ്റിൽ എഴുതിയത് ഇത് സ്വർണം ഇടണോ ഉണ്ടല്ലേ. അവരവർ ഇങ്ങനത്തെ ഹെഡിങ് കാണുമ്പോൾ, തംബ്നെയിൽ കാണുമ്പോൾ ആദ്യം നോക്കുന്നത് സ്വർണം ഇടണോ ഇടണ്ടേ എന്നുള്ള ആൻസർ ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഞാൻ അതിനൊന്നും തന്ത്രപ്പെട്ടില്ല.
എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്ന വ്യക്തികളെ മറ്റ് എക്സ്റ്റേണൽ ആയിരിക്കുന്ന ഫോഴ്സുകളിൽ നിന്നും അവരിൽ തന്നെ ആയിരിക്കുന്ന ജഡത്തിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ഏത് സമയത്തും കർത്താവ് വന്നാൽ അവൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യത്തക്കവിധം ഒരുക്കമുള്ളവരായിട്ട് നിർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഭാഷയിൽ പറഞ്ഞ ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുന്നവരായിട്ട്, ക്രിസ്തുവിനോട് പുത്രനോട് അനുരൂപപ്പെട്ടവരായിക്കൊണ്ട്, രൂപാന്തരപ്പെട്ടവരായിക്കൊണ്ട്, കൃപമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെട്ടവരായിക്കൊണ്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ദേവദാസൻ്റെ ലക്ഷ്യം. അപ്പോൾ കുറച്ച് ശാസനകൾ അതിനകത്തുണ്ട്, തർച്ചനകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ കഠിനമാക്കുക, നിങ്ങൾ പോളിസി മാറ്റണം എന്നൊക്കെ പറയും. അപ്പോൾ ആ കമൻറ്റുകൾക്ക് ഉത്തരമായിട്ട് നമ്മൾ ചില ക്ലാസ്സുകളൊക്കെ ചിന്തിക്കാൻ ഇടയായിത്തീർന്നു. അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചതായിരുന്നു. ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വിധിക്കുവാൻ പാടുണ്ടോ? പലർക്കും ചിന്താഗതിയുണ്ട് നമ്മൾ വിധിക്കുവാൻ പാടില്ല. ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. സ്തോത്രം. ഉപദേശത്തെ വിധിക്കാം, പ്രസംഗങ്ങളെ വിധിക്കാം, വ്യാജ സ്പിരിറ്റുകൾ, നിങ്ങളായിരിക്കുന്ന സ്പിരിറ്റ് ശരിയായ സ്പിരിറ്റാണോ അല്ലയോ എന്ന് വിധിക്കാം, ഉപദേശങ്ങൾ പ്രബോധനങ്ങൾ വിധിക്കാം. സ്തോത്രം. അതുപോലെ തന്നെ ഫാൾസ് പ്രൊഫറ്റ്സ് ആണോ ശരിയായ പ്രൊഫറ്റാണോ പ്രവാചകനാണെന്ന് വിധിക്കാം, വിശ്വാസികളെ വിധിക്കാം. സ്തോത്രം. വ്യാജമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഇവിൾ ഡ്യൂവേഴ്സിനെ വിധിക്കുക. ഇങ്ങനെ ഞാൻ വളരെ വ്യക്തമായിട്ടൊരു എപ്പിസോഡിൽ പറയായിരുന്നു. മറ്റൊരു എപ്പിസോഡിലാണ് നമ്മുടെ ബ്രെയിൻ്റെയൊക്കെ ചിത്രം കാണിച്ചുകൊണ്ട് ഒരു ദൈവ പൈതലിന് ദൈവ കുടുംബത്തിൽ ജനിച്ചതായ ഒരു ദൈവ പൈതലിന് ഏതെല്ലാം വിധത്തിലാണ് ഓപ്പറേഷൻസ് കടന്നു വരുന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് കർത്താവിൽ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ പ്രാപിക്കാതിരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. സ്തോത്രം. അടുത്ത് നമുക്ക് ചിന്തിക്കാനൊരു വിഷയമാണ് സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് സംഭവിച്ചു? പലരും ഈ പുറമേയുള്ള കാര്യങ്ങളെ ചോപ്പ് ചെയ്യാൻ നോക്കും. മൂടിയേറെ വസ്ത്രം, ആഭരണം ധരിക്കരുത്, സ്വർണം ധരിക്കരുത്, പ്ലാസ്റ്റിക് ധരിക്കാമോ, ഇതെല്ലാം അകത്ത് നടക്കുന്ന ചില സംഭവങ്ങളുടെ ഭാഗികമായ പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ. അതായിരുന്നു ഞാൻ മൂന്നാമത്തെ വീഡിയോയിൽ കാണിച്ചത്. ഈ ബ്രെയിന്, അതായത് നമ്മുടെ ഇൻ്റലക്റ്റിലേക്ക് ഏത് സോഴ്സിൽ നിന്നും ഒരു വാർത്ത വന്നാൽ, ഒരു നോളേജ് വന്നാൽ അതിനോട് അനുപാതികമായിട്ടൊരു വികാരം നമ്മളിൽ ഡെവലപ്പാകും. അതാണ് വളരെ വ്യക്തമായിട്ട് ലേഖനത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. മോഹങ്ങൾ ജനിക്കുമാറും ജഡത്തിനായി ചിന്തിക്കരുത്. ജഡത്തെ അതിൻ്റെ രാഗമോഹം, ക്രിസ്തുവേശനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ വരുന്നതിന് മോഹം ജനിക്കുമാറ് ഡിഫറെൻറ്റ് നോളേജസ് വരുന്നതിന് അനേക സോഴ്സുകളുണ്ട്. എല്ലാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കതിൻ്റെ ജനറൽ ആയിട്ടുള്ള, അത് കാരണം ഇപ്പോൾ ഫ്ലഷിൻ്റെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷിന് അനേകമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ബൈബിളിൽ എഴുതി കഴിഞ്ഞാൽ ഇനി വെളിപ്പെടാത്തതുണ്ടായിരിക്കാം. കാരണം അതൊരു ശക്തിയാണ്, അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് അല്ല, ഒരു സ്പിരിച്വൽ കാര്യമാണ്. ഒരു ജീവനില്ലാത്ത ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ അതിനവിടെ വെച്ച് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയാം. ഇതൊരു സ്പിരിച്വൽ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് പല രീതിയിൽ നടത്തും. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ പുസ്തകത്തിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ പുസ്തകം എന്നെന്നും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമോ? ഓക്കെ, ഞാൻ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഇത് നമ്മളൊക്കെ പല ക്ലാസ്സും ചിന്തിച്ചിട്ടുള്ളതാണ്. എഫേസ്യ ലേഖനത്തിലും കൊളോസ്യ ലേഖനത്തിലും ഒരുപോലെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് വീണ്ടും ജനനം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. ആ വീണ്ടും ജനനം നടക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇതൊക്കെ അനേക ക്ലാസ്സുകളിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ദൈവവചനത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ രണ്ട് കാര്യം നമുക്കൊന്ന് നോക്കാം. എഫേസ്യ ലേഖനത്തിൽ ആദ്യമായിട്ട് ഞാൻ വായിക്കുകയാണ്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, ഇത് നടക്കാത്തോടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവാകുന്ന വിത്ത്, ബീജത്തെ, സ്പേമിനെ, നമ്മുടെ സ്പിരിച്വൽ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിത്ത് പറയാണ്. ജീവനും ചൈതന്യമുള്ളതായിട്ടുള്ള വിത്ത് തന്നെ, ജീവനില്ലാത്ത വിത്തല്ല. നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചത് കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. ഇത് നടക്കണമെങ്കിൽ ഒരു പാസ്റ്റർക്കും ഒരു സഭയ്ക്കും അതിന്റെ ഉത്തരവാദിത്വമില്ല. വി ക്യാൻ പ്രീച്ച് ദ ഗോസ്പൽ. ക്രൂശിക്കപ്പെടാൻ ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് പ്രസംഗിക്കാം, ജീവിതത്തിന് കൂടെ ചെയ്ത് കാണിച്ചു തരാൻ പറ്റും.
ശെബ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, വാർദ്ധക്യം വരേക്ക് ഞാൻ എന്നെ അരയ്ക്കും, നരയ്ക്കുമ്പോൾ ഞാൻ ചുമന്ന് വിടുവിക്കും. ആ ഒരു ദൈവ പൈതലിന്റെ അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ അല്ലെങ്കിൽ ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ കൂടെ വാർദ്ധക്യം വരേക്ക് മാറ്റമില്ലാത്തവനെ ക്രിസ്തുവിനെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിക്കാൻ സാധിക്കും. ഇൻ ഓൾ ദ വേസ്, ഓൾ ദ റൈഷ്യസ്നെസ്, ഓൾ ദ പവർ. ഇപ്പൊ പറഞ്ഞല്ലോ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. ആ അമിത ബലത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ജഡത്തെ ജയിക്കുന്നത്, എങ്ങനെയാണ് ദുഷ്ടാത്മ ലോകത്തെ ജയിക്കുന്നത്, എങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത് എന്നൊക്കെ കാണിക്കാം. ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് അനാലൈസ് ചെയ്താൽ, ഇപ്പൊ ഞാൻ ലൈവായിട്ട് കേൾക്കുന്നവരോടും യൂട്യൂബിൽ കേൾക്കുന്നവരോടും പറയുകയാണ്, ഒന്ന് അനാലൈസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പിക്ചർ കണ്ടെന്നായിരിക്കുന്നു. അദാനുദാസൻ ചാൾസ് സ്പർജൻ 1800-കളിൽ ഇതിനെക്കുറിച്ച് പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തമ്പനയിലാണ് ഞാൻ കാണുന്നത്. ആർക്കും സംശയമുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇന്നാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. വളരെ ക്ലിയർ ആയിട്ട് എന്താണ് വെസ്റ്റേൺ മിനിസ്ട്രീസിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ മിനിസ്ട്രികളിൽ ഒക്കെ സംഭവിച്ചു പോയതെന്ന് വളരെ വ്യക്തമായിട്ട് അതേ പറയാണ്. തങ്ങളുടെ മോഹങ്ങളെ ഉപദേശമാക്കി സ്ഥാപിച്ചു. അതിന്റെ ട്രേസസ് അമേരിക്കയിലെല്ലാം പോയി നമ്മുടെ ദേവദാസന്മാർ അമേരിക്കയിലും ഡിഗ്രി എടുക്കാനും ഡോക്ടറേറ്റ് എടുക്കാനൊക്കെ പോയപ്പോൾ അതും കൊണ്ടുവന്നു. നമ്മൾ സബ്ജക്റ്റിൽ പറഞ്ഞു തരുന്ന ഉപദേശി ദേവദാസ് എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. അവർക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അത് അകത്ത് ഹൈഡായിട്ട് ഇരിക്കുകയായിരുന്നു. അവസരം കിട്ടിയ തക്ക സമയത്തോ ടെംപ്ടേഷൻ വന്നപ്പോൾ കയറി പിടിച്ചു. അപ്പൊ ഇവിടെ ഉപദേശം പ്രാപിച്ചു. ഒന്നാം നൂറ്റാണ്ടിലല്ല, കേരളത്തില് ആദിമ കാലഘട്ടത്തിൽ പിതാക്കന്മാർ പെന്തക്കോസ്തിന്റെ ശക്തിയോടുകൂടെ ശുശ്രൂഷ ചെയ്തപ്പോൾ ഒന്നാം ജനറേഷൻ വളരെ ശക്തിയോടുകൂടെ പ്രദർശനങ്ങൾ നടത്തി, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനങ്ങൾ നടന്ന് കാണിച്ചു വന്നു ജീവനുള്ള ദൈവം ആരാണെന്ന്. ജാതികളുടെ മേൽ ന്യായവിധികൾ നടത്തി, ദുഷ്ടശക്തികളുടെ മേൽ ന്യായവിധി നടത്തി. ഒരു കൺവെൻഷൻ ഉപവാസ പ്രാർത്ഥന ഒരു ദേശം മൊത്തത്തില് രൂപാന്തരം പ്രാപിക്കുമായിരുന്നു. പെന്തിക്കോസ് ചേരലല്ല, പാപം വിട്ടുപോകാമായിരുന്നു. അവിടുത്തെ വിഗ്രഹാരാധന ശക്തികൾ വിട്ടുപോകാമായിരുന്നു. ജനത്തിന് കണ്ണു തുറക്കുമായിരുന്നു. സത്യം ഗ്രഹിക്കാതെ വെക്കണം അടച്ചു വെച്ചിരിക്കുന്ന ശക്തികളോട് പോരാടിയിട്ട് അവയെ കാൽക്കീഴെ കൊണ്ടുവരുമ്പോഴാണ് ദേശം ജനസ്വതന്ത്രമാകുന്നത്. ഇത് ദേവദാസന്മാരുടെ ഡ്യൂട്ടിയാണ്, കൺവെൻഷൻ പ്രസംഗിക്കുന്നവരുടെ ഡ്യൂട്ടി. അതിനാണ് പറയുന്നത് പന്തലിറങ്ങി കുഴി കുഴിക്കുന്ന പോലെങ്കിലും അഭിഷേകമുള്ളവരായിരിക്കണമെന്ന്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നാം ജനറേഷൻ കഴിഞ്ഞ് രണ്ടാം ജനറേഷൻ, മൂന്നാം ജനറേഷനിലെ വ്യക്തി പറയാണ്, ഞാൻ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അവരുടെ തടസ്സമല്ല, കയറിപ്പിടി അകത്തൊളിച്ചിരിക്കുകയായിരുന്നു. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യൻ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അതിന് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടും പിന്നെയും നമ്മളെ നടത്തുവാൻ, സകല സത്യത്തിന് വഴി നടത്തുവാൻ നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകും. ഈ ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഹൃദയം ഒരുക്കപ്പെടും. അതിനാണ് പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിച്ച് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ ബേണിംഗ് എഫക്റ്റ് ആണ്. ആ എഫക്റ്റ് എനിക്ക് വേണ്ട. ചതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അതിന് ഉപേക്ഷിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമേ കെടുന്ന ബീജമല്ല, കെടാത്തും ജീവനും നിലനിൽക്കുമായ ദൈവവചനത്താൽ വീണ്ടും ജന്മം പ്രാപിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് സംബന്ധമായി, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും, ബോഷ്കിന്റെ ഫലത്തിലല്ല, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ ധരിച്ചുകൊള്ളുന്നു. ഈ പഴയ മനുഷ്യനെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളയാത്തോടത്തോളം, ഉപേക്ഷിക്കാൻ എന്നേക്കുമായി റിനൗൺസ് ചെയ്യുവാൻ തയ്യാറാകത്തോടത്തോളം ഈ സംഭവം നടക്കില്ല. എത്ര വലിയ സെൻട്രൽ പാസ്റ്റ് ആയാലും, എത്ര വലിയ ഹെഡായാലും, സ്റ്റേറ്റുകളിലെ സെൻട്രൽ ഹെഡായാലും, ദൈവത്തിന്റെ പരിശുദ്ധാലയം, ദൈവത്തിന്റെ നീതിക്ക് മാറ്റമില്ല. നിങ്ങൾ എത്ര സ്ഥാനമോഹങ്ങൾ എന്തെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചാലും ഇപ്പം എൻ്റെ കാര്യം തന്നെയാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടാണ് എൻ്റെ ജീവിതം ഞാൻ നിയന്ത്രിക്കാൻ നോക്കുന്നത്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, പേഴ്സണൽ റൈഷ്യസ്നെസ് അല്ല ആശ്രയിക്കുന്നത്, ഉപദേശത്തിലല്ല ആശ്രയിക്കുന്നത്. നൺ ഓഫ് ദീസ് തിങ്സ്, നമ്മുടെ പേഴ്സണൽ റൈഷ്യസ്നെസ്സോ ഉപദേശമോ
ഡോക്ടറിനോ മറ്റേതൊരു നോഷനോ നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. ബട്ട് ക്രൈസ്റ്റ് ഓൺലി. സ്തോത്രം. അതേ കാര്യം തന്നെ കൊളോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിനാണ്, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ഇതിന് തയ്യാറായാൽ മാത്രമേ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇത് സംഭവം നടന്നു കഴിഞ്ഞാൽ പുസ്തകത്തിൽ ആഭരണം ധരിക്കരുത് എഴുതിയിട്ടുണ്ടോ? അതിന് വാക്യങ്ങളുണ്ടോ? പഴയ നിയമത്തിൽ എങ്ങനെയാ, പുതിയ നിയമത്തിൽ എങ്ങനെയാ? ഇതൊന്നും ആവശ്യമില്ല. നിന്നിൽ കടന്നു വന്നിരിക്കുന്നത് പേഴ്സൺ, ക്രൈസ്റ്റ്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. പിന്നെ തന്നെ ജഡത്തിന് മോഹങ്ങൾ വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കും. ഇപ്പോൾ ആരും നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള വചനങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാൻ 3 എപ്പിസോഡുകൾ അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് സ്തോത്രം, ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. എനിക്ക് അതിന്റെ കോസ് ആണ് കട്ട് ചെയ്യേണ്ടത്. ഈ ബനിയൻ ട്രീ അല്ലെങ്കിൽ ആല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? ഈ പക്ഷിയെല്ലാം കാഴ്ച ചിലപ്പോൾ ബിൽഡിങ്ങുകളുടെ വാളിലോ വല്ല കോർണറുകളിലോ ഒക്കെ ആല് മുളച്ചു വരും. ആ മുളച്ചു വരുന്ന സമയത്ത് അതിന് പിഴുത് കളയാൻ വളരെ എളുപ്പമാണ്. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേരിന്റെ ഒരു അംശം പോലെ അവിടെ ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് വേണമെങ്കിൽ അത് പൊളിച്ചു കളയും. വളർന്ന് അത് പോകില്ല. നിങ്ങൾ അതിന്റെ മേളിൽ നിന്ന് എത്ര ചോപ്പ് ഞാൻ അനേക പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലും ചെയ്തിട്ടുണ്ട്, ഞാൻ ദുബായിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ആ ഭിത്തിയെ പൊളിച്ചു കളയുന്നല്ലാതെ ആരും അവിടെ നിന്ന് പോകില്ല. ഇതുപോലെയാണ് പലരും ഈ പുറമെ അനേക വചനങ്ങളെ കോട്ടിച്ചതുകൊണ്ട് അത് ചെയ്യരുത്, ഇത് ചെയ്ത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതിന് പറയുന്നതാണ് ലീഗലിസം, മൊറാലിറ്റി എന്നൊക്കെ. ഇതല്ല സുവിശേഷിക്കേണ്ടത്. ക്രിസ്തുവിനെ പ്രസംഗിക്കുക, പാപത്തെ കുറിച്ച് ബോധം വരുത്തുക, കാഹളം പോലെ ഇതിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ അകൃത്യങ്ങളെ വിളിച്ചറിയിക്കുക. അപ്പൊ എന്താ പാസ് ഇത്ര ഇമോഷണലായിട്ട് സംസാരിക്കുന്നത്? ശാന്തമായി സംസാരിച്ചുകൂടെ? ഇതിനകത്ത് 2 പേര് കമന്റ്സിൽ കാര്യമായിട്ട് വന്നു. കാര്യത്തോട് ഡിസ്കസ് ചെയ്ത് കാര്യത്തോട് അടുത്തപ്പോൾ 2 പേര് സ്കിപ്പായി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1ാമത്തെ വീഡിയോയുടെ കമന്റ്സ് വായിച്ചു നോക്കാം. സ്തോത്രം. നിങ്ങൾ ഈ ചാൾസ് സ്പർജന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. വളരെ സീരിയസ് ആയിട്ട് കണ്ണുനീരോടുകൂടിയാണ് ചാൾസ് സ്പർജൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. 1800കളിൽ ഇത്തരം കാര്യങ്ങൾ അമേരിക്ക സംഭവിച്ചതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. വളരെ വ്യക്തമായി അവിടുന്ന് അപ്പച്ചന്മാർ പോയിട്ട് കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നു. ഞാൻ ആഭരണത്തിന് എഗേൻസ്റ്റ് അല്ല പറയുന്നത്. എന്താണ് ചർച്ചിൽ സംഭവിച്ചത്? ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതവിടെ സൈഡിൽ ഇരിക്കട്ടെ, ഞാൻ പുറമെ കുറച്ച് കാര്യങ്ങളൊക്കെ കളയാം. ഈ അകത്തൊളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ടെംപ്ടേഷൻ വരുമ്പോൾ ഇവൻ കയറിപ്പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടറേറ്റ് എടുക്കാൻ പോയി അമേരിക്കയിൽ സായിപ്പുമാർ പഠിപ്പിക്കുന്നത് അവന് പ്രശ്നമല്ല. ഇവിടെ തിരിച്ചു വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അമേരിക്കൻ്റെ സായിപ്പിനെ ഉപദേശിക്കുക, അവിടെ ഇരിക്കട്ടെ, നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ പഠിപ്പിക്കുന്ന മതി. യെസ്, സമ്മതിച്ചു, പഠിപ്പിച്ചു. കുറച്ച് നാളിങ്ങോട്ട് കഴിഞ്ഞ് മുന്നോട്ട് വന്നു. സാമ്പത്തിക അമ്മ കപ്പയും മീനും ഇവിടെ വടശ്ശേരിക്കരയിൽ നിന്ന് വരുന്ന, അയ്യോ ഇങ്ങനെയൊക്കെ നിന്ദിക്കാൻ പാടുണ്ടോ? വടശ്ശേരിക്കര വരുന്ന ചേമ്പും കാച്ചിലും നിന്ന് മാറി കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കന് KFC വന്നു കഴിഞ്ഞപ്പോൾ ചീർത്തു അങ്ങ്. കുറെ സമ്പാദിക്കാണ്ടതൊക്കെ സമ്പാദിച്ചു. 4-5 തലമുറയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഉപദേശത്തിന് അല്പമായ മാറ്റം വരുത്താൻ കുഴപ്പമില്ല. ഇതിന്റെ പുറകിലൊക്കെ ചെറിയൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. മത്തായി സുവിശേഷത്തിലും ലൂക്കോസിലൊക്കെ യേശുക്രിസ്തു തന്നെ ഗിരിപ്രഭാഷണത്തിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ കൽപ്പനകളിൽ ഒന്നിനെ അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരുന്നു. അതിനെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ അതിനെ അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവരെന്ന് എണ്ണപ്പെടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിന് പുറത്തല്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ചൊക്കെ അഴിക്കാം. ഇങ്ങനെ കുറെ ട്രിക്കുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ബൈബിളിലുണ്ട്. നമ്മുടെ ഈ വക്കീൽമാര് കോടതിയിൽ എല്ലാവരും ഡിഗ്രി എടുത്തത്, എല്ലാവരും ഡിഗ്രി ഏറ്റുവാങ്ങുന്ന സമയത്ത് ആ ഗ്രാജുവേഷൻ സെറിമണിയിൽ ഓത്തെടുക്കും. ഈ IPC ഇന്ത്യൻ പീനൽ കോഡിനേറ്റ് വെച്ചുകൊണ്ട് തന്നെ ഓത്തെടുക്കും. ഞങ്ങൾ കള്ളമായിട്ട് അമിതമായിട്ടൊന്ന് ലോയുടെ ഇൻറ്റഗ്രിറ്റി മാനിച്ചു കൊള്ളാമെന്ന്. നമ്മുടെ
ഇലക്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന, ഡെമോക്രാസി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികൾ പോലും ഓരോരുത്തരും അതാത് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഓത്തെടുക്കും, സത്യപ്രതിജ്ഞ ചെയ്യും, നിയമത്തിന്റെ ഇന്റഗ്രിറ്റിയെ, ധാർമ്മികതയെ നിലനിർത്തിക്കൊള്ളാമെന്ന്. പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്വന്തം കാര്യം നടക്കണം. പക്ഷെ ദൈവരാജ്യത്തിൽ അത് സാധ്യമല്ല. ദൈവരാജ്യം ഫിസിക്കൽ ലോയല്ല. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നിരൂപണങ്ങൾ പോലും അറിഞ്ഞ് അതിനനുസരിച്ചാണ് വിധിക്കുന്നത്. ഭാഗികമായ പ്രകടനങ്ങളോ ഭാഗികമായിട്ടുള്ള ഒരു പ്രവൃത്തികൾ കൊണ്ട് അപ്പോൾ പറയും, നിങ്ങൾ പറഞ്ഞല്ലോ ഭാഗികമായ പ്രകടനം ഒന്നും കണക്കെടുത്തില്ല, അന്ന് ആഭരണം ധരിക്കുന്ന കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ടേ ഇല്ല. നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതാണ് പുറത്തു വരുന്നത്. ഹൃദയം നിറഞ്ഞല്ലോ വായി സംസാരിക്കുന്നത്. നിന്റെ പഴയ ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല. എഫെസിലെ 2-ാം അധ്യായത്തില് 2-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അത് ഇപ്പൊ ഇവിടെ പ്രസിദ്ധം അല്ലെങ്കിൽ ഒന്ന് വായിക്കുന്നല്ലായിരിക്കും. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 2 തുടങ്ങിയാണ് വായിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം പറയാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യത്തെ കുറിച്ച് പറയാണ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. വളരെ ക്ലിയർ ആയ ലാംഗ്വേജിൽ എഴുതിയിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും, അത് വേറെ കാര്യം. അപ്പൊ ഈ ലോകത്തിന്റെ കാലഗതിക്കും ആകാശത്തിലെ അധികാരത്തിനും, നീ ഈ ലോകത്തിന് ചതിമോഹങ്ങളെ വഷളായി പോയെന്ന കാര്യം നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി, മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ ദൈവ കോപത്തിന്റെ മക്കളായി തീർന്നു എന്ന്. അപ്പൊ അകത്തിരിക്കുന്നത് നീ എത്ര ഉപദേശം കൊണ്ട് അതിന് ഭാഷയെ നോക്കിയാലും, എത്ര വാക്യങ്ങൾ അവിടെ കോട്ട് ചെയ്താലും, പഴയ നിയമത്തിലില്ല, പുതിയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തില് റബേക്കയെ മണവാട്ടിയെ തിരഞ്ഞെടുക്കാൻ, ഇസ്ഹാക്കിന് ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത് അബ്രഹാം അവിടെ നിഴലാണെന്ന് മനസ്സിലായിട്ടില്ല. അവിടെ പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും കൊടുത്തിരിക്കുന്നല്ലോ, എന്തുകൊണ്ട് നമുക്ക് ഇട്ടുകൂടാ? സഹോദരന്മാരെ, പഴയ നിയമം നമുക്ക് നിഴല. അവിടെ അബ്രഹാം പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഏലയാസ്ർ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് നിൽക്കുക. ഇസഹാക്ക് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കുന്ന കാര്യം സ്തോത്രം വളരെ അടയാളത്തോടുകൂടെ അബ്രഹാമിനോട് സത്യം ചെയ്താ പറഞ്ഞിരിക്കുന്നത്. അഥവാ തിരഞ്ഞെടുക്കപ്പെടുന്ന മണവാട്ടി ഇങ്ങോട്ട് വരുവാൻ താല്പര്യമില്ലെങ്കിൽ നിന്റെ മകനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണോ, അവിടെ സത്യം ചെയ്യിപ്പിക്കാണ്. നോ നോ നോ, എന്റെ മകനെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. സ്തോത്രം. ആ റിബേക്കയുടെ തിരഞ്ഞെടുപ്പ് വായിച്ചു നോക്കുക. അത് തൽക്കാലത്തേക്ക് ടെമ്പററി ആയിരുന്ന ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. നമ്മുടെ കാര്യം ടെമ്പററി അല്ല. നിത്യ യുഗങ്ങള് ബ്രൈഡ് ഗ്രൂം ക്രിസ്തുവിനോട് കൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മണവാട്ടിയായിട്ട് വാഴുവാനുള്ളതാ. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ ട്രയൽസിനകത്താണ്. നീ അനേക വാക്യങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ട്രയൽസിനകത്ത് നീ ആരെ ആശ്രയിക്കുന്നു, അവിടെയാണ് തിരഞ്ഞെടുക്കപ്പെടുമോ റിജക്റ്റ് ആവുമോ എന്ന് നോക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇതൊക്കെ ഞാൻ ഇനി വേണ്ടി ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും അധികം പോകുന്നില്ല. ഞാൻ അല്പമായിട്ട് നമുക്ക് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളിലൊക്കെ, ഞാൻ വീണ്ടും ആഭരണത്തെ കുറിച്ചല്ല പറയുന്നത്, എക്സ്റ്റേണൽ ഡെക്കറേഷൻസ്. ഇനിയും വെളിപ്പെടാത്ത പകലതും ഉണ്ടാകാം, ഇനിയും വെളിപ്പെടാത്ത പകലതും ഉണ്ടാകാം. നമ്മുടെ അപ്പച്ചന്മാര് ഒരു 100 വർഷം മുമ്പ് ഇതൊക്കെ ആരംഭിച്ച സമയത്ത് കേരളത്തിൽ ബ്യൂട്ടി പാർലർ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അമ്മച്ചിമാര് നല്ല തടി കൊണ്ട് ചീകി ഉണ്ടാക്കുന്ന കോമ്പ് ഉപയോഗിച്ചിട്ടാണ് തളച്ചിപ്പൊടി ചീകിയും നടന്നത്. ഇപ്പോൾ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് മണവാട്ടി വരുന്നത്. പെന്തിക്കോസിലെ മണവാട്ടി, അത് അമേരിക്കയിൽ നിന്ന് വന്ന മണവാട്ടിയാണ്. ഉപദേഷ്ടാവ് എവിടുത്തെ നമ്മുടെ അടഞ്ഞ സ്ഥലം പറയുന്നില്ല. പല തിരുവനന്തപുരം തുടങ്ങി കാട്ടാക്കട തിരുവനന്തപുരം തുടങ്ങി കൊട്ടാരക്കര വരെയുള്ള ചില ഉപദേശിമാരുണ്ട്. പ്രത്യേകിച്ച് ഒരു പിറമ ഉപദേശിയുണ്ട്.
അതുപോലെ ജാതികളിൽ നിന്ന് വരുന്നവർക്ക് വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്, രക്തം, ഇവ മൂന്നും ഫോർമിഡം ചെയ്യണം, ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് തോന്നിയിട്ടുള്ളൂ. അപ്പൊ പരിശുദ്ധാത്മാവിന് തോന്നാത്ത കാര്യം നിങ്ങൾ ആഭരണം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? അമേരിക്കയിൽ നിന്ന് വന്ന സഹോദരിയാണ് വിവാഹത്തിൽ നിൽക്കുന്നത്. കഴുത്തിൽ കിടക്കുന്നത് 1 ലക്ഷത്തിന് 2 ലക്ഷം രൂപ വിലയുള്ള നെക്ലേസാ. പിന്നെ അത് കഴിയുമ്പോൾ ഒരു പാക്കറ്റ് കിട്ടേ, ഒരു കവറ്. അതിന്റെ അടിസ്ഥാനം കിടക്കാതെ ചതിമോഹങ്ങളെ വഷളായി പോകുന്ന ഒരുത്തം കടിക്കുന്നുണ്ട് അകത്ത്. അപ്പൊ ഉപദേശത്തിന് അല്പമായിട്ട് ഒന്ന് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്താൽ ദൈവരാത്രി പുറത്തല്ല, ദൈവരാത്രി ഏറ്റവും ചെറിയവരെന്ന് വിളിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ചോദിച്ചോട്ടെ, 3 കാര്യങ്ങൾ: വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്, രക്തം. അവിടെ മദ്യം പറഞ്ഞിട്ടുണ്ടോ? വ്യഭിചാരം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ദൈവമക്കൾ അല്പം സ്മോൾ അടിച്ചാൽ എന്താ കുഴപ്പമുള്ളത്? അത് ശേലോ റമ്മായാലോ അല്ല, ഒരു അല്പസായിട്ട് വ്യഭിചാര പ്രവൃത്തിക്ക് പോയാൽ എന്താ കുഴപ്പമുള്ളത്? ഇത് പരിശുദ്ധാത്മാവിന് തോന്നിയിട്ടില്ലല്ലോ. സഹോദര സഹോദരി, നിന്റെ അകത്തിരിക്കുന്ന അത് ഗുണപ്പെട്ടിട്ടോ നോക്കുക. ചതിമോഹങ്ങളെ വഷളായി പോകുന്ന ഞാൻ പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഞാൻ ദുബായിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പെന്തിക്കോസ്തിലെ 2nd ജനറേഷൻ 3rd ജനറേഷൻ ഒരു കുടുംബത്തെ കണ്ടിരുന്നു. ഞാൻ പേരും കാര്യങ്ങളും വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയത്തിൽ ആ ഭവനത്തിൽ നിന്ന് പോകേണ്ടി വന്നു. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ കുടുംബത്തിനോട് സുവിശേഷം പറയണം. ഞാൻ അന്താടിച്ചു. എൻ്റെ കർത്താവ് 3rd ജനറേഷൻ ഇവരിന്ന് വല്ല എക്സ്പീരിയൻസും കിട്ടുമ്പോൾ ധരിച്ച് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ കുടുംബത്തിനടുത്തേക്ക് എന്നെ അടുപ്പിക്കാൻ വേണ്ടി വലിയൊരു ആക്സിഡൻറ്റിൽ ഞാൻ ആവേണ്ടി വന്നു. എൻ്റെ തല മുഴുവനും കെട്ടി, ബാൻഡേജ് കെട്ടിയിട്ട് ആ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ സഹോദരിയാണ് അവിടെ നിൽക്കുന്നത്. എന്നെ കണ്ടിട്ട് അമ്പരപ്പിച്ചു പോയി. അതെന്തായി? അവരെ വീട്ടിലൊരു ബൈബിൾ ക്ലാസ് എടുക്കാൻ മുഖാന്തരം ഒരുക്കിയെടുത്തു. അവർ പറഞ്ഞ കാര്യം, നീ കുടുംബത്തോട് സുവിശേഷം പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ അതിനുവേണ്ടി ഒരുക്കാൻ ദൈവം എന്നെ അങ്ങനെ ആക്കി തീർത്തു. പിന്നെ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കാരണമായി തീർന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് ആ കുടുംബത്തിനടുത്ത് പറയേണ്ടി വന്നെന്നറിയാമോ? അത് പരസ്യമായിട്ട് മുഴുവൻ പറയാൻ സാധ്യമല്ല. ആ സഹോദരൻ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ദുബായിലെ ബിസിനസ് അറിയാമല്ലോ. നമുക്കിവിടെ MRP ഉണ്ട്, ദുബായിൽ MRP ഇല്ല. 10 രൂപയ്ക്ക് മേടിച്ചാൽ 1000 രൂപയ്ക്ക് വിൽക്കാം, ആരും ചോദ്യം ചെയ്യില്ല. പിന്നെ വേറെ ചില പരിപാടികൾ നടത്താം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇൻവോൾവ്ഡ് ആയിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റി. എന്താ മലാക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ വെളിപ്പെടുന്നതിന് മുമ്പേ യോഹന്നാനെ അയച്ചിരിക്കുന്ന എങ്ങനെയാണ്? സ്തോത്രം കേട്ടോ. ഓരോ വിളിച്ചു പറയുന്നത് യെശയ്യാ 40:3. ഇപ്പം ലൈവായിട്ട് കേൾക്കുന്നവർക്ക് അതൊക്കെ ബൈഹാട്ടാണ്. എല്ലാ താഴ്വരയും നികന്നു വരണം, എല്ലാ മലയും കുന്നു താഴ്ന്നു വരണം. വളഞ്ഞതൊക്കെ നേരെയാണ്. ജീവിതത്തിൽ ക്രുക്കഡ് വേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആവണം. അവിടെ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. ആ ഹൃദയത്തിൽ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. ഇങ്ങനെയുള്ള വക്രമാർഗം അമേരിക്കക്കാരി കണ്ടു കഴിയുമ്പോൾ കഴുത്തിലെ നെക്ലേസ് അല്ലെങ്കിൽ കയ്യിൽ കിട്ടാൻ പോകുന്ന പാക്കറ്റിനെ കാണുമ്പോൾ ഉപദേശം അല്പം ഒന്ന് അഴിക്കുക. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്ത്, രക്തം. ഇത് 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി പരിശുദ്ധാത്മാവിന് തോന്നാത്ത കാര്യം നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ കൾട്ടാ. എന്നാൽ വ്യഭിചാരം കൂടെ ചെയ്യാമല്ലോ. റമ്മോ വിസ്കിയോ ഏത് വേണമെങ്കിലും ആകാമല്ലോ. അല്ല ജോണി ഫോറിൻ ആയിക്കോട്ടെ, ജോണി വാക്കറോ ഏത് വേണമാകാമല്ലോ. പരിശുദ്ധാത്മാവിന് തോന്നിയിട്ടില്ലല്ലോ. ഇപ്പം പറയും ഈ പാസ്റ്റർ വളരെ വൾഗറായിട്ട് സംസാരിക്കുന്നതെന്ന് ആരോ കമൻ്റ് എഴുതിയിരുന്നു. പാസ്റ്റർ ചേഞ്ച് യുവർ പോളിസി എന്ന് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു പോളിസി ഉള്ളോ? ഈ കേൾക്കുന്നവരെ വല്ല വിധേനയും കർത്താവിൻ്റെ വരവെങ്കിൽ ഒന്ന് നിർത്തണം. ഇങ്ങനെ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധൻ. ഈ വിശുദ്ധനെന്ന് നമ്മുടെ പേഴ്സണൽ റൈഷ്യസ്നെസ് അല്ല, ഒബീഡിയൻസിൻ്റെ റിസൾട്ടാണ് ഹോളിനെസ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഏതും തോട്ടത്തിൽ സംഭവിച്ചത് അവർ അനുസരണത്തിലുള്ളിടത്തോളം സമയം അവർ ദൈവത്തെപ്പോലെ സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട് അവനെ പോലെയായിരുന്നു. ആ വിശുദ്ധനായിരുന്ന ആദാമിനെ അശുദ്ധൻ എന്ന് എണ്ണി ഏതും തോട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണം ഡിസ്ഒബീഡിയൻസ്. ഇതിൽ നിന്നും മനുഷ്യ നിനക്ക് ഫുൾ ഒബീഡിയൻസിലേക്ക് 99.99% പോരാ, 100% ഒബീഡിയൻസിലേക്ക് വന്നേ പറ്റുള്ളൂ. അതിനാണ് ക്രിസ്തുവിനെ, യേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നത്. അവനുമായിട്ടാണ് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി. ഞാൻ അനുസരണത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു.
നീ വിശുദ്ധനായിരിക്കുന്നപ്പോൾ എന്നെയും വിശുദ്ധനാക്കി. എൻ്റെ മോറൽ സൈഡല്ല, എൻ്റെ പുറമേയുള്ള റൈഷ്യസ്നെസ് അല്ല, അകത്ത് ചേഞ്ച് നടന്നാൽ പുറമേ അത് ചേഞ്ച് കാണും. ഞാൻ വീണ്ടും ആഭരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനല്ല. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലം കർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ കൺവെൻഷൻ സ്റ്റേജുകളിൽ പോട്ട കുടുംബയോഗങ്ങളിൽ പോലും രാഷ്ട്രീയക്കാർ പ്രവേശിക്കാൻ തുടങ്ങി, ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. അവർ തന്നെ ശബരിമലയിലും പോയി, അവർ തന്നെ ഗുരുവായൂരും പോയി. ഇനി വരുന്ന കൺവെൻഷൻ നോക്കിക്കോ. എന്തുകൊണ്ടാ? ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടണമെങ്കിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് കറക്റ്റ് ചെയ്യാൻ മറ്റുള്ളവർ നോക്കാൻ പോകണ്ട. വ്യക്തിപരമായിട്ട് 2 കൊളോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഒരേപോലെ പറഞ്ഞിരിക്കുകയാണ്, ബോഷ്ക്ക് ഉപേക്ഷിച്ച് അന്യോന്യം ബോഷ്ക്ക് പറയരുത്. ഈ അകത്തിരിക്കുന്നവൻ ചേഞ്ച് ആയാൽ മാത്രമേ ഈ ബോഷ്ക്കിന് പ്രിയപ്പെടാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ പറയും. നല്ല ഹൈ ടെൻഷനിലുള്ള ടെംപ്റ്റേഷൻ വരുമ്പോൾ പറഞ്ഞു പോകും. അവിടെ വേണ്ടതറിയുമോ? ക്രിസ്തുവിന് നമ്മൾ വാഴുവാൻ അധികാരം കൊടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഫ്രീ വില്ലിൽ കർത്താവിന് വാഴുവാൻ ഹാൻഡ് ഓവർ ചെയ്യുക. ലോർഡ്, ഇത്രയും ഡേഞ്ചറസ് ആയിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ശരീരത്തിൻ്റെ വാസം കുറച്ചേ ഉള്ളൂ. എത്ര വലിയ സമ്പന്നനാണ്, എത്ര വലിയ മൾട്ടി പേഴ്സണാലിറ്റി ഉള്ള ചർച്ചിൻ്റെ ഉടയന്മാരായിരുന്നാലും ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല. പൗലോസ് ഇത്രയും പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പുറത്ത് വിശ്വാസം കാത്തു. യൂദത്തിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരിക്കലായിട്ട് നൽകിയിരിക്കുന്ന വിശ്വാസമെന്ന്. അതിനുവേണ്ടി പോരാടണം. വൺസ് ഇഫ് ഇറ്റ് ഇസ് ലോസ്, ആ വിശ്വാസ പടക് തകർന്നു കഴിഞ്ഞ് പിന്നെ പണിതെടുക്കാൻ എളുപ്പമല്ല. ഇതൊക്കെ അനേകരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല പടകുകളും തകർന്ന പോകുന്നിടത്തുനിന്നൊക്കെ കൈപ്പിടിച്ച് പൊക്കി കൊണ്ടുവന്നിട്ട് പലതും തകർന്നത് പോയി വല്ല ദുഃഖത്തോടു കൂടെ കണ്ട്, കർത്താവ് ഇത്രയും വർഷങ്ങൾ അധ്വാനിച്ചത് വെറുതെ അവർ കൊണ്ട് കളയാണല്ലെന്ന് വ്യസനത്തോടെ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് ചാൾസ് പാച്ചൻ തൻ്റെ മെസ്സേജിൽ പറയുന്നുണ്ട്. ഇതിനെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉള്ള പലരും പറയുന്നത് കേരളത്തിലുള്ള പെന്തിക്കോസുകാർക്ക് മാത്രമേ ഉള്ളൂ എന്ന്. എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്, ആഭരണം മാറ്റുവാനോ, ഞാനും പറഞ്ഞത് ആഭരണം മാറ്റുവാനോ ഇടാനൊന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 10 കിലോ വാങ്ങിച്ചിടുക. പക്ഷെ നിൻ്റെ അകത്തുണ്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നീ. നിൻ്റെ ഡിസയറിന് വേണ്ടി അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണോ നീ ചെയ്യുന്നത്? നിൻ്റെ ഫ്ലഷിനെയാണോ കാറ്ററിങ് ചെയ്യുന്നത്? യു ഷാൽ ഷുവർലി ഡൈ. അതുകൊണ്ടാണ് അത്ര ശബ്ദമേത് ഷാർപ്പായി വേർഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത്. വളരെ ഈ ദേവദാസന്മാരോടൊക്കെ വളരെ ബഹുമാനത്തോടും അവരൊക്കെ ഇത് തിരിച്ചു വന്നിട്ട്, കർത്താവേ, ഞാൻ ഈ കൊച്ചുമൂലയിൽ ഇരുന്നു കൊണ്ട് കേട്ട കുടിപ്പ ഈ ആഭരണത്തിൻ്റെ വിഷയമായതൊരു 1000-1200 പേര് കണ്ട്, അല്ലെങ്കിൽ 4 പേര് 5 പേര് 10 പേരിൽ താഴെ കാണാറുള്ളൂ. കർത്താവെ, ഞാൻ ഈ കൊച്ചു ഓർമ്മയിൽ ഇരുന്നൊക്കെ പറഞ്ഞ് ആരും കേൾക്കുക, ഇവരൊക്കെ 1000-10,000 പേര് കാണുന്നു. കർത്താവെ, അവർക്കൊക്കെ ഒരു രൂപാന്തരം ഉണ്ടായിരുന്നെങ്കിൽ, അവർ വാസ്തവത്തിൽ നിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിഞ്ഞ് ദൈവസഭ വീണ്ടും ഒന്ന് യഥാസ്ഥാനപ്പെട്ട് വന്നിരുന്നെങ്കിൽ, ഇത് ആഗ്രഹിച്ചോട് സന്തോഷത്തോടെ ഹൃദയം നുറുക്കത്തോടു കൂടിയാ. ആ പ്രായശ്ചിത്വം വ്യർത്ഥമായി പോകണമോ? ഈ മാനവജാതിക്ക് നീ മേടിച്ചെടുത്ത പ്രായശ്ചിത്വം വ്യർത്ഥമായി തീരണമോ എന്ന് രാവും പകലും എപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാലും ഇത് ക്ലെയിം ചെയ്ത കർത്താവെ, നീ അവർക്ക് വേണ്ടി കൊടുത്ത വില എത്ര വലുതാ. ഈ മാനവജാതി ദൂതന്മാർക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം നടത്തിയില്ല. ലൂസിഫർ സംഘത്തിന് വേണ്ടി ഒരു പ്രായശ്ചിത്തം നടത്തിയില്ല. എന്നാൽ മനുഷ്യൻ അതിനോട് സമാനമായി തെറ്റ് ചെയ്തപ്പോൾ, ലോ ഇസ് 1 യൂണിറ്റ്. ചെറുതായാലും വലുതായാലും തെറ്റ് തന്നെയാണ്. ദൈവത്തിൻ്റെ ലോ എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. അതിലൊന്ന് തെറ്റിച്ചാലും 10 തെറ്റിച്ചാലും തെറ്റ് തന്നെയാണ്. ആ ദൂതന്മാർക്ക് വേണ്ടി പ്രായശ്ചിത്തം ഒരുക്കിയില്ല. എന്നാൽ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അവന് ശിക്ഷിക്കുകയല്ല ചെയ്തത്, അവന് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യായിരുന്നു. ആ മനുഷ്യനാണെന്ന് ആ പ്രായശ്ചിത്വത്തിൻ്റെ വിലയെ തുച്ഛീകരിച്ചുകൊണ്ട്, ആ വീണ്ടെടുപ്പ് വിലയ്ക്ക് വേണ്ടി ദൈവം ചെയ്തെടുത്ത പ്രവൃത്തിയെ ജസ്റ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ട് ചതിമോഹങ്ങളെ വഷളായി പോകുന്ന മനുഷ്യനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കത്തക്കോട് പ്രസംഗിച്ച് ഇത് തന്നെയാണ് യോഗാസനത്തിൽ നടക്കുന്നത്. ഇത് തന്നെ ക്രിസ്തുവിൽ പെന്തിക്കോസ്തിനകത്തും കടന്നു വന്നു. ആ ശരീരത്തിൻ്റെ പ്രാണനെയും മോഹങ്ങളെ ഉത്തേജിപ്പിച്ച് കിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവരിൽ കൂടെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വന്നിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
അവർ വസിക്കുകയാണ്. അത്തരക്കാരാണ് പുതിയ നിയമത്തിലുണ്ടോ പഴയ നിയമത്തിലുണ്ടോ ചോദിച്ചു വരുന്നത്. ഞാൻ രണ്ടും സ്ഥാപിക്കാൻ പോകുന്നില്ല. ഞാൻ ഇത്ര വീണ്ടും കൺക്ലൂഡ് ചെയ്യുന്നത്, നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ജീവിക്കും. ക്രിസ്തുവേശനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ ഈ ഒടുവിൽ എന്ന കാര്യത്തിന് അനേക കാര്യങ്ങളുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ആ ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ, നെഹമ്യാവിൻ്റെ മതിൽപ്പണിക്കകത്ത് ഒരു പഴയ വാതിലുണ്ട്. ആ പഴയ വാതിൽ എന്താ ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഓടാമ്പലും കഥകൊക്കെ ശരിയാക്കി എന്നേക്കുമായിട്ട് അതിനെ ലോക്ക് ചെയ്ത് വെച്ചു. ഇതുപോലെ നമ്മളെ പഴയ മനുഷ്യനുണ്ട്. ഇപ്പം നമ്മളെ ആചാര്യ സംഭവിച്ചതുപോലെ അമേരിക്കയിൽ ചെന്നപ്പോൾ ചെറിയ ന്യൂസ് കിട്ടി. തിരിച്ചു വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നമുക്ക് സായിപ്പിൻ്റെ ഉപദേശമൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ ഉപദേശം മതി. പക്ഷേ അകത്തിരുന്നു. നല്ല സമയം വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടു 4-5 തലമുറകൾ സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പേഴ്സണൽ വിധിക്കുകയാണെന്ന്. ഞാൻ വിധിക്കാൻ അധികാരമുണ്ട്. ഇതിനെവിടെയാണ് ദൈവസഭയുടെ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയിട്ട്, ദൈവസഭയുടെ യഥാസ്ഥാനത്വത്തിന് വേണ്ടി അസ്ഥികളായിട്ട് ഡിനോമിനേഷനായിട്ട് അവിടെ ഇവിടെ ചിതറിക്കിടക്കുക, പല പല ഉപദേശങ്ങളെ ചിതറിക്കിടക്കുക. പക്ഷെ പ്രായശ്ചിത്തമായി തീർന്നവൻ, തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയവൻ നോക്കിക്കൊണ്ടിരിക്കുക. ആരോ ഉള്ളതൊന്ന് പറയുന്നത്, ആരോ ഒന്ന് പുത്രനോട് അനുരൂപമായി തിരുവനന്തപുരത്തെ കൂടെ ആഗ്രഹിക്കുന്നത്, ആരാണ് ആ പ്രായശ്ചിത്തത്തിൻ്റെ ഒരു മഹത്വം കൊടുക്കുന്നത്? ഞാൻ എൻ്റെ പുത്രനെ ഈ ദൈവക്രോധത്തിൻ്റെ മുഴുവൻ പാനപാത്രം കുടിക്കത്തക്കവണ്ണം ഏൽപ്പിച്ചു വന്നു. അവർ മരിച്ചോണ്ടിരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പരസ്യമായിട്ട് പറയുകയാണ്, അവനെ വിശ്വസിക്കുന്നവനെ ഞാൻ സൗജന്യമായിട്ട് നിരീകരിക്കാം. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല. യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ട് കണക്കിടാം. എന്നിട്ടും അതിനൊക്കെ തുച്ഛീകരിച്ചുകൊണ്ട് ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുക. ഇത് കേൾക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്നത്. അതാണ് ശബ്ദമായിട്ട് കാര്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടെന്ന് തോന്നുന്നു. സ്തോത്രം. ക്രിസ്തുവിൽ വസിക്കുവാൻ യോഹന്നാൻ 15 ഞാനിപ്പോൾ വിവരിക്കാൻ പോകുന്നില്ല. എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. വസിക്കാത്തതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിൽ വസിക്കാത്ത കൊമ്പുകളെ വെട്ടി തീയിലിട്ട് കളയുന്നത്. അതിലേക്ക് പോകാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം സ്നേഹം തന്നെയാണ്, നശിപ്പിക്കാനല്ല രക്ഷിക്കുവാനാണ്. അവൻ നമ്മളെപ്പോലെ രൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തൻ്റെ തല ഒഴിച്ചതും മനുഷ്യ സദൃശ്യത്തിലായതും നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നത്. അതിനെ മഹത്വപ്പെടുത്താം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദം ലൈവായിട്ട് കേൾക്കുന്നവരെയും യൂട്യൂബിൽ കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു റിവൈവൽ നടക്കട്ടെ കർത്താവ്. ചതിമോഹത്തല ഭാഷലായി പോകുന്ന പഴയ മനുഷ്യനെ ഇനി ഉപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ കർത്താവെ നിനക്കേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സാധിക്കുകയുള്ളൂ. അടിയങ്ങൾ പ്രസംഗിക്കുന്നു, നിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രസംഗിക്കുന്നു. പ്രവർത്തിക്കുന്നത് നീയാണ് കർത്താവ്. നീ കൊടുത്ത വിലയോർത്തുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നീ പ്രായശ്ചിത്തമായി തരുവാൻ കൊടുത്ത വിലയോർത്തുകൊണ്ട് അവരോട് സ്നേഹത്തോടെ ഇടപെടുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. നിന്റെ വരവില്ലാതെ അടയാളങ്ങൾ കാണുന്നല്ലോ. നിന്റെ വരവിനായ കർത്താവ് ജനത്തെ ഒരുക്കിയായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ